ഹലോ എവ്രി വൺ. ഇന്ന് ഞാൻ എൻ്റെ കുറച്ച് കൃഷിക്കാഴ്ചകളാണ് നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത്. അങ്ങനെ ഒരുപാട് സ്ഥലമൊന്നുമില്ല, 30 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. അപ്പോൾ അവിടെയുള്ള കുറച്ച് കൃഷിയൊക്കെയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ആദ്യമായിട്ട് നമുക്ക് വിയറ്റ്നാം മേളി പ്ലാവാണത് കണ്ടത്. പിന്നെ നമുക്ക് റംബൂട്ടാൻ വെച്ചിട്ടുണ്ട്, ചെറിയ തൈയാണ് എല്ലാം വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് അവക്കാഡോ ആണ്, ട്രോപ്പിക്കൽ അവക്കാഡോ. നോക്കാം എന്താവുമെന്ന്. ഇത് നമ്മുടെ സപ്പോട്ട പ്ലാന്റാണ് കേട്ടോ, ചെറുത് ബനാന സപ്പോട്ട എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. പിന്നെ വാഴ ഉണ്ട്, ഇത് നമ്മുടെ ഓൾ സീസൺ മാവാണ്. ഇതെങ്ങ ബോണ്ടം അതിൻ്റെ തൈയാണ് കണ്ടത്. പിന്നെ എല്ലാം കുറച്ച് നമ്മൾ വെച്ച് സ്റ്റാർട്ടിങ് സ്റ്റേജാണ്, നിലമൊക്കെ ഒരുക്കിയതിന് ശേഷം. ഇതൊരു തരം മഞ്ഞ കളറുള്ളൊരു ചെടിയാണ്, ഒരു അലങ്കാര മോഡൽ ചെടി. കവുങ്ങൻ തൈ, പിന്നെ സപ്പോട്ട, വേറെ ഒരു സപ്പോട്ട കൂടെ ഉണ്ട്. ഇത് നാസിക് പസന്ത് എന്ന് പറയുന്ന വെറൈറ്റി മാവാണ്. പിന്നെ തെങ്ങിൻ തൈകളൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇത് ഞാവലാണ്, ഞാവലിൻ്റെ ഒരു തൈയാണുള്ളത്. പിന്നെ തെങ്ങിൻ തൈ കുറച്ച് വെച്ചിട്ടുണ്ട്, ഒക്കെ സമയമെടുക്കും. പിന്നെ കവുങ്ങുണ്ട്, ഇത് മാവും തൈയാണ്. കവുങ്ങ് നമ്മൾ ഇൻഡർസി മംഗള എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് വെച്ചിരിക്കുന്നത്. എല്ലാം ചെറിയ തൈകളാണ്. അപ്പോൾ ഇത് തെങ്ങിൻ തൈ കുറച്ച് പ്രായമാണ്, 2-3 വർഷം പ്രായമായിട്ടുള്ള. എല്ലാം നമ്മളൊന്ന് ഉഷാറാക്കി എടുത്തുകൊണ്ട് വരണം. ഇത് ഹിമാപസന്ത് എന്ന് പറയുന്ന ഒരു വെറൈറ്റി മാവാണ്. പിന്നെ നമുക്കുള്ളത് വിയറ്റ്നാം മേളിയുടെ വേറെ ഒരു തൈ തന്നെ ഉണ്ട്, അതാണ് ഇപ്പോൾ കണ്ടത്. ഇപ്പം നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ വേനലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്റ്റേജ് ആയതുകൊണ്ട്. ഇത് നമ്മുടെ മഹാഗണിയുടെ ഒരു വെറൈറ്റിയാണ്. പിന്നെ ഈ ഒരു സൈഡ് നമുക്കൊരു കിടങ്ങ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വെള്ളം വറ്റി തുടങ്ങിയപ്പോൾ വേനലായതുകൊണ്ട്. ഇത് പേരയുടെ ഒരു വെറൈറ്റിയാണ്. കവുങ്ങൊക്കെ ചെറിയത് വെച്ചിട്ടുണ്ട്. ഇത് ഞാവലാണ്, ഞാവലിൻ്റെ ഒരു വെറൈറ്റി ഉണ്ട്. നമ്മൾ മുരിങ്ങ നട്ടിട്ടുണ്ട്, അതിൻ്റെ തൈ വെച്ചിട്ടുണ്ട്, അത് വളർന്നു വരുന്നേ ഉള്ളൂ. ഇത്